കനത്ത വേനലിനെയും മറികടന്നുകൊണ്ടാണ് ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം നടക്കുന്നത്. ഇവിടെ എത്തുന്ന ഓരോ പ്രതിഷേധക്കാർക്കും വലിയ തോതിലുള്ള സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വെള്ളം ഡൽഹി ജന്തർ മന്ദിറിലെ അനിവാര്യമാണ് എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ നിരവധിയായിട്ടുള്ള ഖേനകളിൽ വിവിധ മേഖലകളിൽ നിന്നുകൊണ്ട് വെള്ളത്തിൻ്റെ ഒരു വലിയ ശേഖരം ഡൽഹി ജന്തർ മന്ദിറിലേക്ക് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. വലിയ 20 ലിറ്ററിൻ്റെ ഖേനകളിൽ വിവിധ ആളുകളാണ് ഈ മേഖലയിലേക്ക് ഇത്തരത്തിൽ ഈ വെള്ളത്തിൻ്റെ ടാങ്കുകളും ക്യാനുകളും എത്തിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നിരവധി ആളുകൾ ഇവിടെ വെള്ളം കുടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആയിരക്കണക്കിന് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഈ സമരത്തിൽ എത്തുകയും ഇവരുടെ വെള്ളം അടക്കം ഉപയോഗിക്കുകയും ചെയ്യുന്നത്. വലിയ തോതിലുള്ള സഹായങ്ങൾ ഇതിനോടകം തന്നെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള വളണ്ടിയർമാർ ഇതിൻ്റെ ഭാഗമായി ഇവിടെ ഈ ആളുകൾക്ക് സഹായം എത്തിക്കുന്നതിന് ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ദീദി, ज़्यादा पानी आ रहे क्या बोलते हैं? सॉरी सर, ज़्यादा पानी आ रहे सर्विस के लिए क्या बोलते हैं? सर ये सारा पानी लोगों ने डोनेट किया है, किसी एक इंसान ने नहीं भिजवाया है। अलग अलग शहरों से, अलग अलग राज्यों से लोगों ने भिजवाया है। ये ग्लूकोज, ये ORS, ये भी लोगों ने डोनेट किए हैं। ग्लासेस भी डोनेट किए हैं, चाय भी किसी और ने डोनेट की है, बिस्किट किसी और ने डोनेट किया है। तो सब लोगों ने, जो लोग यहाँ नहीं आ सकते थे या जो लोग अपनी तरफ से जैसे कंट्रीब्यूट कर सकते थे, दे हैव कंट्रीब्यूटेड दैट वे। അതാണ് ഇവിടെ പ്രതിഷേധത്തിന് എത്താൻ കഴിയാത്ത ആളുകളാണ് ഇത്തരത്തിൽ വലിയ സഹായങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നത്. ഇവിടെ ഗ്ലൂക്കോസ്, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ശരീരത്തിൻ്റെ താപനിലയൊക്കെ തന്നെ പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പാനീയങ്ങൾ എല്ലാം തന്നെ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. 100 കണക്കിന് ക്യാനുകളിലാണ് ഇത്തരത്തിൽ ഈ വെള്ളം ഇവിടെ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചായ അടക്കമുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ആളുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. രാവിലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നിലവിൽ ഇവിടെയുണ്ട്. ഈ കൗണ്ടറുകളിലേക്ക് നിരവധിയായിട്ടുള്ള ഭക്ഷണ പൊതികളാണ് ഇപ്പോഴും എത്തുന്നത്. വിവിധ മേഖലകളിൽ നിന്ന് ചായയും ബിസ്ക്കറ്റുകളും റസ്ക് അടക്കമുള്ള ഭക്ഷണ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. മറ്റൊന്ന്, കേസ് കണക്കിന് വെള്ളക്കുപ്പികൾ ഇവിടെ കാണാൻ സാധിക്കും. ഓരോ കമ്പനികളുടെയും വെള്ളക്കുപ്പികൾ നേരിട്ട് അവരുടെ കൗണ്ടറുകളിൽ നിന്ന് തന്നെ ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ തോതിലുള്ള പിന്തുണ ഇതിനോടകം തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ തന്നെയും നമുക്ക് വ്യക്തമാകുന്നത്. ഓരോ ക്യാനുകളും ഓരോ വെള്ളത്തിൻ്റെ കുപ്പികളും കഴിയുമ്പോൾ പോലും അത് റീഫില്ല് ചെയ്യാനും ഓരോ സന്നദ്ധ സംഘടനകളും പാർട്ടികളും ഒക്കെ തന്നെയും എത്തുന്നുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഈ സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ വിധത്തിലും ഐക്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ.